എമ്പുരാന്റെ ഏകദേശം ഇപ്പം 17 സീനോ 24 സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ സിനിമ തിയേറ്ററിൽ ഓടുന്നത്. എനിക്കറിയില്ല അപ്പം തിയേറ്ററിൽ അങ്ങനെയാണ് ഓടുന്നത്, കഴിഞ്ഞ എന്നാണ് ഇത് കട്ട് ചെയ്ത വെർഷൻ റിലീസ് ഇവർ ചെയ്തിട്ട് എന്ന് വിളിച്ചിട്ട് ഓടുന്നത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഓടി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതെന്തോ ആയിക്കോട്ടെ. ഇതില് ആദ്യം പറയാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ആര് നേടി ആർക്ക് പോയി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആര് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചില ന്യൂസ് ചാനലിന്റെ അടിയിലൊക്കെ വന്ന കമന്റുകൾ ഞാൻ വായിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഇത് എമ്പുരാനക്ക് പണി കിട്ടി, പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തായാലും പണി കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇത് ശരിക്കും ബിസിനസ് പൃഥ്വിരാജിനാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും ആന്റണി പെരുമ്പാവൂരിനാണെങ്കിലും ഇതിൽ ബിസിനസ് കൂടുക എന്നുള്ളതല്ലാതെ കുറയുന്ന സംഭവം വരില്ല. കാരണം ഒരു സിനിമക്ക് മിക്സ്ഡ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പായി തുടങ്ങും. മിക്സ്ഡ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ, കാരണം ഇന്ന് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമകളൊക്കെ OTT ൽ ഇറങ്ങും. മനസ്സിലായില്ല. അപ്പൊ OTT ൽ ഇറങ്ങിയിട്ട് കണ്ടാൽ മതി എന്നുള്ളൊരു തീരുമാനത്തേക്ക് കുറെ മലയാളികൾ പോകും. കാരണം കുറെ ആൾക്കാർ ഇപ്പോഴും കുറെ ഓഡിയൻസ് റെസ്പോൺസും മറ്റേ തിയേറ്റർ റെസ്പോൺസും റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഒരു സിനിമ കാണുന്നത്. കാരണം ഒരു ഫാമിലിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചിലവ് എന്താണെന്നുള്ള അറിയാലോ. ഒരു നല്ല തിയേറ്റർ കാണുന്നുണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ എമ്പുരാന് എനിക്ക് പേഴ്സണലി ലൂസിഫറിനേക്കാൾ ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറഞ്ഞത് എമ്പുരാനാണ്. അപ്പൊ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ മൂവി മുഴുവനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത്, ഇന്ത്യ മൊത്തം എല്ലാവരും പല ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ്, അപ്പോൾ ആദ്യത്തെ കാര്യം എന്തെങ്കിലും പൊളിറ്റിക്സ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഈ സിനിമയിൽ നിന്നുള്ളതല്ലേ, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പൊളിറ്റിക്സ് പറയാം. അതിപ്പോ ഇതിന് മുന്നേ ഇറങ്ങിയ ജനഗണമന സിനിമ ഒക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പക്കാ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ പൊളിറ്റിക്സ് പറയരുത് എന്ന് പറയുമ്പോൾ ഇത് മറ്റേ മാർക്കോത്തെ വയലൻസ് കാരണമാണ് നാട്ടിൽ വയലൻസ് നടക്കണമെന്ന് പറഞ്ഞ പോലത്തെ പൊട്ടത്തരാ പോയിട്ട്. അത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം ആര് നേടി എന്ന് പറയുമ്പോൾ ഓബിയസ്ലി അത് ഈ പറഞ്ഞ പോലെ ഈ റിവ്യൂസും ഓഡിയൻസ് റെസ്പോൺസും ഒക്കെ മിക്സ്ഡ് ആയി വന്ന സമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡിപ്പ് ആവേണ്ട മൂവി ഇഞ്ച് ഏകദേശം 1.5 മാസത്തോളം ഓൾറെഡി 200 കോടി കടന്നു കഴിഞ്ഞ് ചെയ്ത്. അപ്പൊ ഈ സിനിമ എടുക്കാൻ പോണ കളക്ഷൻ ഉണ്ടാവും. ഇപ്പൊ 200 കോടിയാണ്. ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. എല്ലാ സംഭവമാണ്. മനസ്സിലായില്ലേ. അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ 10-ാം തീയതി 11-ാം തീയതി 12-ാം തീയതി വരെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു പൊളിറ്റിക്സ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സീൻസ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇതിൽ എന്തോ സംഭവം ഉണ്ട്, എന്തൊക്കെയോ ഇതിൽ പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചവരും OTT ൽ കണ്ടാൽ മതി എന്ന് വിചാരിച്ചവരും ഇപ്പൊ തിയേറ്ററിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ആര് നേടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേടുന്നത് ശരിക്കും എമ്പുരാന്റെ ടീം തന്നെ നേടുള്ളൂ. അല്ലാതെ പൊളിറ്റീഷ്യൻസ് ഇവിടെ വന്നിട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു സിനിമന്റെ റീച്ച് പിന്നും കൂടണം. അല്ലെങ്കിൽ റീച്ച് ഉള്ള ഒരു സാധനം പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങുന്ന ഒരു മലയാളം മൂവിക്ക് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സംഭവം വരുന്ന സമയത്ത് ഓബിയസ്ലി സിനിമയോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരും പൊളിറ്റിക്സിൽ മാത്രം താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അതായത് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, സിനിമയോട് വലിയ കാണാനും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ വരെ ഈ സിനിമ കാണാൻ കയറുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ജമ്പ് ഉണ്ടായത് 200 കോടിക്ക്. ഇനിയിപ്പോ കുറച്ച് 250 300 350 ഓബിയസ്ലി അത് എന്തായാലും സംഭവിക്കും. അപ്പൊ ഇവിടെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആര് നേടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ആര് നേടി എന്നുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഗുജറാത്തിന്റെ സംഭവം എന്നുള്ളതല്ല. ഇതിൽ സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ഒരു പാസ്റ്റ് കാണിക്കുമ്പോൾ അതിന്റെ കുറെ ടോർച്ചറിങ് കാണിക്കുന്നുണ്ട്. അതിലൊരു പ്രഗ്നന്റ് ആയ സ്ത്രീനൊക്കെ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നു. മനസ്സിലായില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നിടത്ത് നിയമം മാറ്റിയിട്ട് വല്ല ഇങ്ങനത്തെ ആൾക്കാരെ തൂക്കിക്കൊല്ലുക വെടിച്ചു കൊല്ലുക എന്നുള്ളതല്ലാതെ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പുകമറാക്കി വെക്കുക. കാരണം ഇങ്ങനത്തെ ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ഇന്ത്യനെ പ്രൈം മിനിസ്റ്റർ ചെയ്ത് പാർട്ടിക്കാരാണെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു ഭരണം നടക്കുന്ന ഈ ഇന്ത്യയിൽ പ്രഗ്നന്റ് ആയ പെണ്ണെന്നോ 2 വയസ്സായ കുട്ടീന്നോ 3 വയസ്സുള്ള ആൺകുട്ടീന്നോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം പുറത്തേക്ക്, അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം വേറെ സിനിമകൾ പൊളിറ്റിക്സ് പറഞ്ഞ സിനിമകൾ ഇറങ്ങിയിട്ടില്ലേന്ന്. പക്ഷെ ഇത് എമ്പുരാനാണ്, ഇത് പാൻ ഇന്ത്യൻ ആണ്. ഈ പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയുമ്പോൾ ഇന്ത്യ മൊത്തം കാണും. ഇപ്പൊ മലയാളികൾ ഇപ്പൊ മലയാളത്തിലോ തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമോ ഇങ്ങനെ സംഭവങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അത് ജനഗണമന പോലെ അങ്ങനത്തെ ഒരു ബ്രൂട്ടൽ പൊളിറ്റിക്സിന്റെ അതിൽ പൃഥ്വിരാജൊക്കെ ജനഗണമനയിൽ ക്ലൈമാക്സിൽ കോടതിയിലൊക്കെ പറഞ്ഞ കുറച്ച് ഡയലോഗൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ബ്രൂട്ടൽ പൊളിറ്റിക്സ് ആണ്. അതായത് നാട്ടിൽ നടക്കുന്ന ബ്രൂട്ടൽ പൊളിറ്റിക്സ് ആണ്. ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ആ പൊളിറ്റിക്സ്. അപ്പൊ ആ ഈ സംഭവങ്ങൾ പറഞ്ഞ സമയത്ത് മലയാളികൾക്ക് പ്രശ്നം വന്നില്ല. കാരണം എന്താ, മലയാളികളെ കാണുന്നുള്ളൂ. മലയാളികൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ഒരു സംഭവം പൊതുവെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഉണ്ട്. മനസ്സിലായില്ല. അല്ലാതെ നമുക്ക് വെറുതെ അല്ലല്ലോ കൂടുതൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് കേരളമായി മാറിയത്. പലരും പിന്നെ വന്ന് കളിയാക്കാന്നുള്ള, അല്ലാതെ ഇറ്റ്സ് എ ഫാക്ട്. അത് അതിന്റെ ഒരു തെളിവാണ് എമ്പുരാൻ. അപ്പൊ എമ്പുരാൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മാത്രം റിലീസ്, ഇന്ത്യ മൊത്തം റിലീസ് ഉണ്ട്. അതിന്റെ പുറ രാജ്യങ്ങളിലും റിലീസ് ഉണ്ട്. അപ്പോൾ ഇവിടൊക്കെ ഈ പിന്നെ പുറ രാജ്യങ്ങളിൽ പറയുമ്പോൾ അവിടെ ഓബിയസ്ലി സബ് ടൈറ്റിൽസ് ഉണ്ടാവും. അപ്പൊ ഈ പുറത്തുള്ള ആൾക്കാർ വരെ സബ് ടൈറ്റിലുള്ള ഈ മൂവി കാണുന്ന സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത്, ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു സിനിമ വഴി, ഇത്രയും വലിയൊരു സിനിമ വഴിയാണ് അറിയുന്നത്. ഇതിന് മുന്നേ ഇറങ്ങിയ പൊളിറ്റിക്കൽ മൂവീസ് എന്ന് പറഞ്ഞാൽ എമ്പുരാനെ പോലെ പാൻ ഇന്ത്യൻ മൂവി അല്ല. മനസ്സിലായില്ല. അപ്പൊ പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് കൂടും. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. മനസ്സിലായില്ല. ഇത് നടന്നു പോയി ഇന്ന് ഇപ്പൊ എല്ലാവരും പറയും ഗുജറാത്തിൽ നടന്ന സംഭവം അല്ലെങ്കിൽ മറ്റേ വേറെ എവിടെയെങ്കിലും നടന്ന സംഭവം അല്ല. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് ഹിന്ദുക്കളും മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് വെട്ടിക്കൊല്ലുന്നില്ലേ, ബീഫ് കൊണ്ടുപോകുന്ന ആൾക്കാർ വെട്ടിക്കൊല്ലുന്നില്ലേ, ഇതൊന്നും ഇപ്പൊ നടക്കുന്നില്ലേ. അപ്പോ
നടക്കുന്ന സംഭവമാണ് ഈ എമ്പുരാനെ കാണിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ എമ്പുരാനെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതിൽ മഞ്ജു വാര്യറിന്റെ സീനൊക്കെ മിക്കവാറും കട്ടായിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ മഞ്ജു വാര്യർ അതിൽ മറ്റേ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിലൊക്കെ ക്യാരക്ടർ മാറിയതിനു ശേഷം മറ്റേ ഈ വിലങ്ങ് അണിയിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ളത് പറയുന്നുണ്ട്. അത് ശരിക്കും സിനിമനായിട്ട് ആക്റ്റായി. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം, പിന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സംഭവം ശരിക്കും നടന്നു പോയ സംഭവങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഇതിനൊപ്പം നിന്നിട്ടുള്ളതൊക്കെ വലിയ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ കൊല്ലണോ, അല്ലെങ്കിൽ അബ്രാം ഖുറേഷി അല്ലെങ്കിൽ സെയ്ദ് മസൂദ് പോലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതേപോലത്തെ ആൾക്കാർ വന്നിട്ട് ഇവരൊക്കെ കൊല്ലണം എന്നാണ് ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. കൊല്ലണോ? അതിനല്ലേ ശരി. ഒരു വല്ലാതെ ഒരു 5 മാസം 6 മാസം പ്രഗ്നന്റ് ആയ സ്ത്രീകളൊക്കെ റേപ്പ് ചെയ്ത് പോയ പല സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ. മനസ്സിലായില്ല? അല്ലാതെ ഇത് നടന്നു പോയ സംഭവം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് അല്ല സെയ്ദ് മസൂദിന്റെ ഈ പൃഥ്വിരാജിന്റെ പാസ്റ്റ് പറയുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇത് ഇപ്പോഴും സംഭവിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കൊല്ലല്ലാതെ പിന്നെ എന്താ വേണ്ടി? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് സിനിമ മുന്നിലേക്ക് വെക്കുന്നത്. പിന്നെ ഈ ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ഇവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഖേദം പ്രകടിപ്പിച്ചത് മോഹൻലാലാണ്. തീരെ എനിക്ക് പരിഷ്കരിച്ചില്ല. കാരണം ഇതൊരു സിനിമ കാണുമ്പോഴും ഈ കഥ വായിക്കുമ്പോഴും എന്താ പറയുക, ആരും പൊട്ടന്മാരല്ലല്ലോ. ഈ സിനിമ എടുക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് വരും എന്നുള്ളത് എന്തായാലും അറിയാം. മനസ്സിലായില്ല? അത് എഴുതി മുരളിഗോപിക്ക് എന്തായാലും 100% വ്യക്തമാവും ഇങ്ങനത്തെ കോൺസിക്വൻസസ് വരും എന്നുള്ളത്. എന്തായാലും മോഹൻലാലിന്റെ ഒന്നും ചർച്ച ചെയ്യാതിരിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പൊളിറ്റിക്കലി ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ സമയത്ത് അവർ സ്റ്റാൻഡ് എടുക്കേണ്ടത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. ഇപ്പൊ നമ്മളൊരു സംഭവം ചെയ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റായിട്ട് എന്താണ് സിനിമയിൽ പറഞ്ഞത്. ഇപ്പൊ ഞാനാണ് മോഹൻലാൽ എന്നുണ്ടെങ്കിൽ, ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പൊളിറ്റിക്കലി സംഭവങ്ങൾ വരും. പക്ഷെ അത് വരുമ്പോഴത്തേനും ഇങ്ങനെ സോറി പറയാ, പിന്നെ ആൾക്കാർ പറഞ്ഞ വേറെ വഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുരളിഗോപിയാണ് എഴുതിയതേ മുരളിഗോപിയാണ്. മോഹൻലാൽ പിന്നെ ഒന്ന് അഭിനയിക്കാറ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വരുന്നത് മുരളിഗോപിക്കാണ്. മുരളിഗോപി തന്നെ മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ മുരളിഗോപിക്ക് വേറെ വഴിയുണ്ട്, മോഹൻലാലിന് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആ സംഭവം ഇതിന്റെ ഒരു ബുദ്ധി വെച്ച് നോക്കാൻ സമയത്ത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ആൾക്കാരെ മുന്നിൽ എത്തിച്ചതിന് സോറി പറയാ, ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ആക്ടർ ആണെങ്കിലും ഇനിയിപ്പോ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും. പിന്നെ പൃഥ്വിരാജ് പോസ്റ്റ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് അങ്ങനെ അതേപോലെ ഒരു മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ പൃഥ്വിരാജിന്റെ മേത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞത് മോഹൻലാലാണ്. എനിക്ക് പേഴ്സണലി അതിനോട് യോജിപ്പില്ല. കാരണം ഉള്ള സംഭവം കാണിച്ചതിന് അതിന് സോറി പറയേണ്ട ആവശ്യമില്ല, എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എമ്പുരാന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നതും ശരിക്കും നടന്നു പോയതുമായിട്ടുള്ള ഒരു സ്റ്റോറി സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ പാസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായില്ല? പിന്നെ ഇതിൽ മെയിൻ അന്ന് അതൊക്കെ ചെയ്തു പോയ ആൾ പിന്നെ പൊളിറ്റിക്കൽ ലീഡറായിട്ട് വരികയാണ്. അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് വരുമ്പോൾ ഇന്നത്തെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലെ ക്രൂവൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പാൻ ഇന്ത്യൻ ലെവലിലായി പോയി. ഇന്ത്യ ഇല്ലെങ്കിൽ പുറ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ കാണുന്ന ഒരു മൂവിയിലായി പോയി. അപ്പൊ അതിന്റെ പ്രശ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് ഇപ്പൊ മാർക്കോ സിനിമ ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞു വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സിനിമ പോയി കണ്ടിട്ട് പിന്നെ വയലൻസ് ആണ് പ്രശ്നം, വയലൻസ് സിനിമയിലുണ്ട്, അപ്പൊ അത് ആ സിനിമയ്ക്ക് നെഗറ്റീവായി എന്ന് പറഞ്ഞ പോലെ എമ്പുരാനിൽ എന്തായാലും പൊളിറ്റിക്സ് ഉണ്ടാവും. അത് പലർക്കും ചെറിയ മോശം കാര്യങ്ങൾ അതിൽ കാണിക്കുമ്പോൾ പലർക്കും കൊള്ളുന്നത് അത് ആ പറയുന്നത് ഉള്ളതായതുകൊണ്ടാണ്. ഇപ്പൊ ഇതേ പറഞ്ഞപ്പോ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൊളിറ്റിക്സിനെ നല്ലതാക്കി ഇതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരില്ല. ഇതൊരു ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത്രയും പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ഇല്ല. അപ്പൊ ഉള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് അത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചിട്ടോ പ്രകടിപ്പിച്ചിട്ടോ ഒന്നും വലിയ കാര്യമില്ല. നമ്മളൊരു സംഭവം ചെയ്ത് അതിന്റെ കോൺസിക്വൻസസ് ഇങ്ങനെ വരുന്ന സമയത്ത് അനുഭവിക്കുക. കാരണം കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ സോറി പറയേണ്ട ഒരു സംഭവം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യം ആൾക്കാരെ മുന്നിലേക്ക് എടുത്തു വെക്കുക. അത് ഇത്രയും വലിയൊരു മൂവി വഴി എടുത്തു വെക്കണേന് ഡോണ്ട് ബി സോറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് പല ആൾക്കാർക്കും മനസ്സിലാവാത്തൊരു സംഭവം. എമ്പുരാൻ ഇനി കാണാത്തവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും സിനിമ എന്തായാലും പൈസ വരും. കുറെ പൊളിറ്റീഷ്യൻസ് എടുത്ത് തല കുത്തി മറയണ സമയത്ത് ഇന്ത്യന്റെ എന്താ പറയാ കളക്ഷൻ കൂടാന്നല്ലാതെ കുറയൂല. അത് കുറേണ്ടതായിരുന്നു. കാരണം മിക്സ്ഡ് റെസ്പോൺസ് ആണ് എമ്പുരാൻക്ക് വന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവർ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ പൃഥ്വിരാജൻ ആൻഡ് മോഹൻലാൽ ആൾസോ ആന്റണി പെരുമ്പാവൂർ. അല്ലാതെ ഇവരിതിങ്ങനെ കിടന്ന് കാറും അതാണ് പൃഥ്വിരാജ് ഒന്നും ഉണ്ടാകും കാറിക്കോട്ടെ, ഇവിടെ അത്രയും പൈസ ഇട്ടല്ലേ ഒരു കാറിന് തോറും. അതാണ് സംഭവം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇഷ്യൂനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.